മനഃശക്തിയെക്കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നാം മനഃശക്തി തുടങ്ങി വച്ചെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം വല്ലാതെ കൂടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രണ്ടാം ഭാഗമായി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അധികം ദൈർഘിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നാം ഉണർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ബോധമനസ്സ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ നാം ഉറങ്ങുമ്പോഴും അബോധാവസ്ഥയിലായിരിക്കുമ്പോഴും ബോധമനസ്സ് പ്രവർത്തിക്കുന്നില്ല. അതേസമയം ഉപബോധ മനസ്സാകട്ടെ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, യാതൊരു വിശ്രമവുമില്ലാതെ. നാം ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നതുവരെ നമ്മുടെ ഉപബോധ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബോധമനസ്സ് അധികാരഭാവമുള്ളതാണ്. നമ്മുടെ എല്ലാ ചെയ്തികളെയും അത് നിയന്ത്രിക്കുന്നു. നാം ചിന്തിക്കുന്നതും വിശകലനം നടത്തുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതുമെല്ലാം നമ്മുടെ ബോധമനസ്സ് വെച്ചിട്ടാണ്. എന്നിട്ട് ഉപബോധ മനസ്സിന്റെ സഹായത്തോടെ ആ ചിന്തകളെ, ആ തീരുമാനങ്ങളെ നാം സഫലമാക്കുന്നു. തലച്ചോറിന്റെ ശേഷിയെ മനഃശക്തിയായി പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ഇവ രണ്ടാണ്. നിത്യജീവിതത്തിൽ ശ്വാസോച്ഛ്വാസം ചെയ്യാനും ഭക്ഷണം കഴിക്കാനും ജോലി ചെയ്യാനും ഉറങ്ങാനും ഒക്കെ നാം ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ ശക്തിയാണ്. എന്നാൽ നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കത്തക്ക വിധം ഉപബോധ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കുന്നതാണ് മനഃശക്തി പരിശീലനം. അതുകൊണ്ടാണ് ജോൺ കീഹോയെ പോലുള്ളവർ മനഃശക്തി തത്വശാസ്ത്രമല്ല, ഒരു പ്രായോഗിക ശാസ്ത്രമാണെന്ന് പറഞ്ഞത്. മനസ്സിന്റെ കഴിവുകളെ കുറിച്ചുള്ള പഠനവും അതിന്റെ പ്രയുക്തതയുമാണ് സുപ്രധാനം. മനഃശക്തി ജീവിത ലക്ഷ്യങ്ങൾ നേടാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നിശ്ചിത ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ചിന്തകളെ തിരിച്ചുവിടാൻ മനഃശക്തിയാണ് സഹായിക്കുന്നത്. ഏതു കാര്യത്തിലേക്ക് ചിന്തകളെ കേന്ദ്രീകരിക്കുന്നുവോ അവയെ ജീവിതത്തിലേക്ക് ആകർഷിച്ചെടുക്കാൻ നമുക്ക് കഴിയും എന്ന് മനഃശാസ്ത്രം പറയുന്നു. നമ്മുടെ ആത്മാവിനെ ഒരിക്കലും തന്നെ കണ്ണിനാലോ വാക്കിനാലോ മറ്റോ നമുക്ക് അനുഭവവേദ്യമാക്കാനാകില്ല. ആരാണോ ഉള്ളിൽ വിശ്വാസം പുലർത്തി മുന്നേറുന്നത് അവർക്ക് മാത്രമേ അതേക്കുറിച്ച് മനസ്സിലാക്കാനാവൂ. വിശ്വാസം തന്നെയാണ് മനഃശക്തിയുടെയും ഊർജ സ്രോതസ്. വാചകമടിക്കുന്നത് പോലെയൊന്നും മനഃശക്തിയിലില്ല എന്ന് വിമർശകർ പറയാറുണ്ട്. എന്നാൽ മനഃശാസ്ത്രത്തിലും ന്യൂറോ സയൻസിലും നടക്കുന്ന പുതിയ ഗവേഷണങ്ങൾ പലതും മനസ്സിന്റെ അനന്തമായ ശക്തിവിശേഷം സാധൂകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ റോബർട്ട് ആഡറിന്റെ ഗവേഷണത്തിൽ മസ്തിഷ്കവും പെരുമാറ്റവും രോഗപ്രതിരോധ ശേഷിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സ് ഉപയോഗിച്ച് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനാവുമെന്ന് ഡോക്ടർ ആഡർ പറയുന്നു. സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്നൊരു പുതിയ വിജ്ഞാന ശാഖയുടെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം. ബുദ്ധമത സന്യാസിമാരുടെ ധ്യാന പ്രക്രിയയെക്കുറിച്ച് മസാച്യുസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ജോൺ കബാഡ്സിൻ ഗൗരവമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനെ ആസ്പദമാക്കി ശാരീരികവും മാനസികവുമായ പല രോഗലക്ഷണങ്ങളും ഗണ്യമായി കുറക്കാൻ സാധിക്കുന്ന മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ എന്നൊരു ധ്യാന രീതി തന്നെ ഇദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഉത്കണ്ഠയും വേദനയും കുറയ്ക്കാൻ ഭാവനയ്ക്ക് സാധിക്കുമെന്ന് ഡോക്ടർ മാർട്ടിൻ റോസ്മാൻ എന്ന മനഃശാസ്ത്രജ്ഞനും പറയുന്നു. ഭാവനാശക്തി ഉപയോഗിച്ച് ഉപബോധ മനസ്സിന്റെ സ്വാഭാവിക ഭാഷയിലൂടെ രോഗലക്ഷണങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയുമത്രേ. ഇതിനെ ഗൈഡഡ് ഇമേജറി എന്നാണ് ഡോക്ടർ റോസ്മാൻ വിളിക്കുന്നത്. ഉചിതമായ ഭക്ഷണ ക്രമീകരണം, വ്യായാമം എന്നിവയോടൊപ്പം യോഗ, ധ്യാനം, സ്ട്രെസ് മാനേജ്മെന്റ്, ഗ്രൂപ്പ് സപ്പോർട്ട് എന്നിവയും ഉപയോഗിച്ച് കൊറോണറി ആർട്ടറി രോഗാവസ്ഥ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഡോക്ടർ ഡീൻ ഓമിഷും സഹപ്രവർത്തകരും കണ്ടെത്തിയിട്ടുണ്ട്. വിസ്കോൺസിൻ മാഡിസൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയന്റിസ്റ്റായ ഡോക്ടർ റിച്ചാർഡ് ഡേവിഡ്സൺ ടിബറ്റിലെ ദലൈലാമയുടെ സഹകരണത്തോടെ ടിബറ്റൻ ബുദ്ധമത സന്യാസിമാരുടെ മസ്തിഷ്കം ബ്രെയിൻ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് പഠന വിധേയമാക്കി. ധ്യാനവും മറ്റ് ധ്യാനാത്മക രീതികളും കരുണ, സഹതാപം, ദയ, ശ്രദ്ധ മുതലായവ മെച്ചപ്പെടുത്തുമെന്ന് തെളിയിക്കുകയുണ്ടായി. ഈ പഠനഫലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ഭൗതികമായ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളുടെ മേൽ മനുഷ്യ മനസ്സിന് നിർണായകമായ സ്വാധീനമുണ്ടെന്നാണ്. സുവ്യക്തമായി തൊട്ടുകാണിക്കാനാവാത്ത പല അതിഭൗതിക യാഥാർത്ഥ്യം കൂടി ചേർന്നതാണല്ലോ അനന്തമായ ഈ പ്രപഞ്ചം. നാം ജീവിക്കുന്നത് ഊർജത്തിന്റെ നടുക്കടലിലാണ്. കാരണം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഊർജമാണെന്ന് ഭൗതികശാസ്ത്രം പറയുന്നുണ്ട്. അതിനർത്ഥം നമ്മുടെ ചിന്തകളും ഒരുതരം ഊർജമാണെന്നാണ്. ചിന്തിക്കുമ്പോൾ നാം ആ ഊർജത്തിന്റെ വലിയൊരു അംശം എടുത്ത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ചിന്ത എന്ന ഊർജമാകട്ടെ ഓരോ നിമിഷവും മൂർത്തമായി തീരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൗതിക യാഥാർത്ഥ്യമായി പരിണമിക്കാനുള്ള യത്നം ചിന്തകൾക്ക് സഹജമാണെന്ന് മനഃശക്തി ചിന്തകർ പറയുന്നു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആനിൽ വചനങ്ങളുണ്ട്. ജോൺ കീഹോ എഴുതിയ മൈൻഡ് പവർ ഇൻ ടു ദ 21st സെഞ്ചുറി എന്ന പുസ്തകത്തിൽ
ചിന്തകളുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് വളരെ വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. ഒരു ചിന്തയുടെ ഊർജം അത്ര ഗണനീയമല്ലെന്ന് ചിലർ പറഞ്ഞേക്കാം. പക്ഷേ ഒരു ചിന്ത പല പ്രാവശ്യം ആവർത്തിക്കുമ്പോഴോ 10,000 ചിന്തകൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴുള്ള ഊർജമാണ് ഒരു ചിന്ത 10,000 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ വികിരണം ചെയ്യുന്നതത്രേ. ഇതാണ് ശാസ്ത്രത്തിന്റെ പക്ഷം. ആ ഊർജം 10,000 മടങ്ങായി ശക്തി പ്രാപിക്കുകയാണിവിടെ. മന്ത്രങ്ങളുടെ ശക്തിയും ഇത് തന്നെയല്ലേ? മനസ്സിനെ ഏകാഗ്രമാക്കി ഒരേ മന്ത്രം തന്നെ ആവർത്തിച്ചുരുവിടുമ്പോൾ അതിന്റെ ശക്തി 1000-ഓ 10,000-ഓ മടങ്ങായി വർദ്ധിക്കുകയും മന്ത്രത്തിന് ഫലമുണ്ടാവുകയും ചെയ്യുന്നു. ആലോചിച്ചു നോക്കൂ. ഈ ആശയം വ്യക്തമാക്കാൻ മറ്റൊരു ഉദാഹരണം പറയാം. നല്ല ഉച്ചനേരത്ത് പതിക്കുന്ന സൂര്യരശ്മികൾക്ക് സാമാന്യം നല്ല ചൂടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ പഞ്ഞിയോ തൂവലോ പട്ടുതുണിയോ പോലെ വളരെ മൃദുവായത് എന്തെങ്കിലും ഒന്നിനെ പോലും ചുട്ടുകരിക്കാനുള്ള ശക്തി ആ സാധാരണ സൂര്യകിരണങ്ങൾക്കില്ല. എന്നാൽ ഒരു ലെൻസിലൂടെ താഴെ പതിക്കുന്ന സൂര്യകിരണങ്ങളുടെ ശക്തി എന്താണ്? പഞ്ഞിയെയും പട്ടുതുണിയെയും കാഠിന്യമുള്ള വസ്തുക്കളെ പോലും കത്തിച്ചു കളയാൻ ലെൻസിലൂടെ നിശ്ചിത ബിന്ദുവിലേക്ക് പതിക്കുന്ന രശ്മികൾക്ക് സാധ്യമാകും. കാരണം എല്ലാ രശ്മികളും ഒരു നിശ്ചിത ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അവിടെ പ്രകാശോർജം താപോർജമായി മാറുകയാണ്. ചിന്തയുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഒരേ ചിന്തകൾ തന്നെ ആവർത്തിച്ചുണ്ടാകുന്നതോടെ അവയ്ക്ക് പല മടങ്ങ് ശക്തി ഉണ്ടാകുകയും സമാനമായ മറ്റ് സാഹചര്യങ്ങളെ അവ സ്വയം ആകർഷിച്ചു തുടങ്ങുകയും ചെയ്യുന്നു. ഇതാണ് മനഃശക്തിയുടെ കാതൽ. ശക്തമായ പോസിറ്റീവ് ചിന്തകൾ സൃഷ്ടിക്കുന്ന ആകർഷണ ശക്തിയുടെ ഫലമായി മനുഷ്യരുടെ ഉപബോധ മനസ്സുകൾ തമ്മിൽ ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് മനഃശക്തിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ്. പരസ്പരം കൊടുത്തും വാങ്ങിയും ബന്ധപ്പെട്ട് കഴിയുന്ന ഈ ശൃംഖല രൂപത്തിന്റെ ഘടനയുടെ സ്വഭാവം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്.